യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനിയാ നമ്മുടെ ശരിക്കുള്ള ജീവിതം തുടങ്ങാൻ പോകുന്ന ആന്റി. പൂജ ആന്റിയുടെയും നന്ദനങ്ങളുടെയും മകളാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സാക്ഷിയെ കൊലപ്പെടുത്തിയത് പ്രിയയാണെന്നുള്ളതിന് പോലീസിന് വ്യക്തമായ തെളിവും കിട്ടി. മാത്രമല്ല, അവള് ചെയ്ത മുഴുവൻ കുറ്റകൃത്യങ്ങളും നമുക്ക് കോടതിയിൽ കൃത്യമായിട്ട് ബോധിപ്പിക്കാനും സാധിക്കും. കോടതിയിൽ ആന്റിയാണ് സാക്ഷിയെ കൊലപ്പെടുത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ആദ്യം പറഞ്ഞതെന്ന് കോടതി ചോദിക്കും. ആന്റി സത്യം പറഞ്ഞാൽ മതി. എന്റെ മകൾക്ക് വേണ്ടി എന്നല്ലേ? അതെ. രണ്ടാമതായി കുത്തിയത് ആന്റി ആണല്ലോ എന്ന് മുമ്പ് സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാ എന്തു പറയും? എന്ത് പറയണം? ഓർമ്മയില്ലെന്ന് പറയണം. എന്റെ മാനസികാവസ്ഥ പലപ്പോഴും കൈവിട്ടു പോകുന്നു എന്ന് സമ്മതിക്കണം. പ്രിയ സാക്ഷിയെ കൊല്ലുന്നത് കണ്ട ദൃക്സാക്ഷിയുണ്ട്. കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെടുത്തിട്ടുണ്ട്. അതില് പ്രിയയുടെ വിരൽപ്പാടും ഉണ്ട്. മാത്രമല്ല, ഇപ്പൊ ചികിത്സ കഴിഞ്ഞ് ആന്റി പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ നൽകുന്നതോടെ കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. ആന്റിയുടെ മുൻകാലത്തെ എല്ലാ അവസ്ഥയും കോടതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യും. അത് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാനും വരാം. ഒരുപാട് കാലത്തിന് ശേഷം അച്ഛനും അമ്മയും ഞാനും ഒന്നിക്കാൻ പോവാ. അമ്മയുടെ പിടിവാശി മാറ്റിവെക്കണം. അമ്മയുടെ ഈ മകൾക്ക് വേണ്ടി അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. കോടതിയിൽ നിന്ന് ഇറങ്ങിയ അമ്മ ഞങ്ങളുടെ കൂടെ വരണം. ഇത് സ്നേഹം കിട്ടാതെ പോയ അമ്മയുടെ ഈ പൂജക്കുട്ടിയുടെ അപേക്ഷയാ. ആന്റി, ദേ, ഇനി നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് പുതിയ ലക്ഷ്യവും നിറവും ഒക്കെ ഉണ്ടാവാൻ പോകുന്ന കാലമാണ്. ആന്റി ഇങ്ങനെ വാശി പിടിക്കാൻ നിൽക്കല്ലേ. അർജുൻ മോനെ, എന്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് നിറങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനിയുള്ള ജീവിതകാലം ദാ ഇവള് മാത്രമാ. അതെന്നും ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എനിക്ക് ജീവിതത്തിൽ അച്ഛനും അമ്മയും വേണമെങ്കിലോ? കുട്ടിക്കാലത്ത് സ്നേഹസദനത്തിൽ നിന്ന് സ്കൂളിലേക്ക് തനിച്ചാ പോവാ. 1ാം ക്ലാസ് മുതല് റോഡിന്റെ ഓരം ചേർന്ന് തനിയെ നടന്ന് ശീലിച്ചു. വഴിയില്, സ്കൂൾ വണ്ടികളില്, വീട്ടുമുറ്റത്തുനിന്ന് കുട്ടികളെ സ്നേഹത്തോടെ കയറ്റി അയക്കുന്ന അച്ഛനമ്മമാരെ കണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ചിലര് മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട്. പിന്നെ അതൊരു ശീലമായി. വിശ്വനാഥനച്ഛൻ പറയുന്നത് പോലെ അവർക്കൊക്കെ ഒരച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് കുറെ അമ്മമാരുണ്ടല്ലോ എന്ന് സമാധാനിക്കാൻ തുടങ്ങി. പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കാലത്ത് അമ്മയെന്ന് വിളിക്കാനും ചേർന്നിരിക്കാനും ഒരാൾ. അച്ഛനെന്ന് അഭിമാനിക്കാനും സുരക്ഷിതമായിരിക്കാനും ഒരാൾ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഏറെ കൊതിച്ചിട്ടുണ്ട്. ഇപ്പതാ രണ്ടുപേരെ മുന്നിൽ കിട്ടിയപ്പോ ഒരു തവണ പോലും ഒന്നിച്ചു ചേർക്കാൻ പറ്റാതെ പോയ മകളായി പോയി ഞാൻ. ശരിയാ ചേട്ടാ, ശാപം കിട്ടിയ ജന്മം എന്റേത്. മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നമ്മൾ അറിയുന്നവര് പലരും ഉണ്ടാവും. പക്ഷെ മക്കൾ അറിയുന്നവര് നമ്മുടെ അമ്മമാര് മാത്രമല്ലേ? മോളെ,
കരയാതെ അവള് പിന്നെ എന്ത് ചെയ്യും ആന്റി? അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഇനിയും ആന്റിക്ക് കഴിയുന്നില്ലെന്ന് വന്നാ അവള് മറ്റെന്താ ചെയ്യ? പൂജയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോ ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഒരിക്കലും അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ലെന്ന്. പക്ഷേ ഇപ്പൊ അവള് വേദനിക്കുന്ന കാണുമ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക്. ഏയ്, അങ്ങനെയൊന്നും തോന്നണ്ട അർജുൻ. ഒരിക്കലും ഈ കുട്ടി വിഷമിക്കേണ്ടി വരില്ല. കോടതിയിൽ നിന്ന് അരുണിമ നിങ്ങളുടെ കൂടെ തന്നെ വരുമോളെ. അരുണിമ അങ്ങോട്ട് തന്നെ പോണം. അത് മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്താ നമ്മൾ മാതാപിതാക്കൾ പൊറുക്കാറില്ലേ? തിരിച്ച് അച്ഛനമ്മമാരോട് അവരും ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാൽ ആ ബന്ധത്തിനെല്ലാം കാരണമായ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്തുകൊണ്ടാണ് പൊറുക്കാനും മറക്കാനും കഴിയാതെ വരുന്നതെന്നറിയോ? അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായതുകൊണ്ടാ. ഞാനാണ് ശരി, ഞാനാണ് വലുതെന്നുള്ള ഈഗോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദാമ്പത്യത്തിലാ. മക്കളുടെ മുമ്പിലും അച്ഛനമ്മമാരുടെ മുമ്പിലും തോൽക്കാൻ മടിയില്ലാത്തത് രക്തബന്ധത്തിന്റെ പവിത്രത കൊണ്ടാ. പക്ഷേ ദാമ്പത്യത്തിനതില്ല. എല്ലാ രക്തബന്ധങ്ങളും ഉണ്ടാവുന്നത് ആ ബന്ധത്തിൽ നിന്നാ. അത് മനസ്സിൽ വെച്ചാൽ ഏത് തെറ്റും നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റും. അരുണിമ വരും. നിങ്ങള് സമാധാനമായിട്ട് പൊക്കോളൂ. ഞാൻ വരാം മോളെ. അർജുൻ, കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ അർജുൻ. കേസ് വിളിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പ് എന്ത് കൺഗ്രാറ്റുലേഷൻ? ഇനി വെറും ടെക്നിക്കലായ വിശദീകരണത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. കേസ് അർജുൻ വിജയിച്ചു കഴിഞ്ഞില്ലേ? ഞാൻ തന്നെ ആദ്യം ഒന്ന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ യു പ്രൂവ്. കക്ഷി ജയിക്കണമെന്ന് മാത്രമല്ല, സത്യം ജയിക്കണമെന്ന് കൂടിയാ അർജുൻ വിചാരിച്ചത്. അതൊരു നിസ്സാര കാര്യമല്ല. കോടതിക്കകത്തോ പുറത്തോ വെച്ച് എപ്പോഴെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ വിട്ടേക്ക്. നോ സാർ, ഒരിക്കലുമില്ല. സാറിനെ പോലെ ഒരു സീനിയറിന്റെ കൂടെ കേസ് വാദിക്കാൻ കഴിഞ്ഞില്ലേ? ഓരോ കേസും ഓരോ പഠനങ്ങളാ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അപ്പോ അടിക സാർ അടിയറോ പറഞ്ഞു അല്ലേ? ജോർജ് കുട്ടി, അയാൾ ആരാണെന്ന വിചാരം? കാര്യം അവർക്ക് വേണ്ടി പ്രോസിക്യൂട്ടറായിട്ട് ഹാജരായിട്ടുണ്ടാവും. പക്ഷേ പുള്ളി നടത്തി വിജയിപ്പിച്ച കേസുകളുടെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എപ്പോഴും സ്റ്റേറ്റിന് വേണ്ടിയല്ലേ നിൽക്കേണ്ടത്. പക്ഷേ അതൊന്നും സത്യത്തിന്റെ പക്ഷത്താവണമെന്നില്ലല്ലോ. അജുവേട്ടൻ വിജയിക്കുന്നത് സത്യത്തിന് വേണ്ടിയാ. അത് മനസ്സിലാക്കിയ പുള്ളി സംസാരിച്ചത്. അതെ, അതാണ് പോയിന്റ്.